മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ രസകരമായ എന്നാൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിശയം തോന്നുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. സഹാറ മരുഭൂമിയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. 11 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 9.2 മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഉഷ്ണമേഖലാ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. കേൾക്കുമ്പോൾ വെറും പാഴ്പ്രദേശമായി കിടക്കുന്ന ഈ മരുഭൂമി നമുക്കൊന്ന് മരങ്ങൾ വച്ച് പിടിപ്പിച്ച് ഒരു പച്ചപ്പുള്ള പ്രദേശമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മരുഭൂമിയുടെ വിസ്തൃതി ഏതാണ്ട് 9.2 മില്യൺ ചതുരശ്ര കിലോമീറ്റർ. കുറച്ചുകൂടി വ്യക്തമാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം 2 അമേരിക്കയുടെ വരും, അമേരിക്കയുടെ ഇരട്ടി വരും. ഇത്രയും വിസ്തൃതിയുള്ള പ്രദേശം മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ഇന്ന് നമുക്കുള്ള ആമസോൺ മഴക്കാടുകളെക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഒരു ഭൂപ്രദേശമായിരിക്കും അല്ലെങ്കിൽ ഒരു വനഭൂമിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആഗോളതാപനം. ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ ആഗോളതാപനത്തിന് ഇതൊരു പരിഹാരമാകും. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സുഡാൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സഹാറ മരുഭൂമി ഉണ്ടായിട്ട് അനേക ലക്ഷം വർഷങ്ങളായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സംഘടനകളോ ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അങ്ങനെയുള്ള സംഘടനകളോ ഒന്നും തന്നെ ഇതിനെ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ഇതിനായി മുൻകൈ എടുക്കാത്തത്? ഒന്നാമത്തെ കാര്യം ഇതിന്റെ വിസ്തൃതി തന്നെയാണ്. 9.8 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഏതാണ്ട് 2 ഇരട്ടി വരും. ഇത്രയും പ്രദേശത്ത് മരങ്ങൾ വച്ച് പിടിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണെന്നത് മാത്രമല്ല, ഏകദേശം എത്ര മരങ്ങൾ ഇതിന് വേണ്ടി വരുമെന്നൊന്ന് കണക്ക് കൂട്ടിയാൽ ഒരു 10 സ്ക്വയർ മീറ്ററിൽ ഒരു മരം വെച്ച് നട്ടാൽ തന്നെ ഏകദേശം 980 ബില്യൺ മരങ്ങൾ ഇതിനായി നമുക്ക് ചിലവാക്കേണ്ടി വരും. 980 ബില്യൺ മരങ്ങൾ നമുക്ക് എണ്ണി തീർക്കാൻ പോലും പറ്റാത്തത്ര മരങ്ങൾ നമുക്കിത് ഇതിനായിട്ട് ചിലവാക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും മരങ്ങൾ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക. ഇത്രയും മരങ്ങൾ നമുക്ക് എല്ലാ മരങ്ങളും, അതായത് 980 ബില്യൺ മരങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ ജലലഭ്യത ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ജലം വളരെ കുറച്ച് വേണ്ട, മരുഭൂമിയിൽ വളരാൻ കഴിയുന്ന രീതിയിലുള്ള സസ്യങ്ങളായിരിക്കണം ഈ 980 ബില്യൺ മരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രത്തോളം മരങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. മരുഭൂമിയിൽ പെട്ടെന്ന് വളരുന്ന ജലലഭ്യത വളരെ കുറച്ച് വേണ്ട മരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇത് നടാനായി കുറേയേറെ സംഘടനകളും ചെറുപ്പക്കാരും ഒക്കെ മുന്നോട്ട് വന്നു ഇരിക്കട്ടെ. ഇത് നട്ട് തീരാൻ എത്ര സമയമെടുക്കും? ഇത്രയും മരങ്ങൾ നട്ട് തീരാൻ നമുക്കൊരു കണക്ക് നോക്കാം. അതായത് 1 മിനിറ്റിൽ 1 മരം എന്ന തോതിൽ ഒരാൾ വയ്ക്കുകയാണ്. ഒരാളുടെ കണക്കാണ് പറയുന്നത്. 1 മിനിറ്റിൽ 1 മരം എന്ന രീതിയിൽ വെച്ചാൽ തന്നെ ഏകദേശം 6,80,000 ദിവസങ്ങൾ എടുക്കും ഇത് വച്ച് തീരാൻ. ഈ 6,80,000 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 1,800 വർഷത്തോളം വരും. ഈ കണക്ക് കേട്ട് കണ്ണു തള്ളണ്ട, ഇത് ഒരാളുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു 1000 പേരെ ജോലിക്ക് നിർത്തുകയാണെങ്കിൽ ഇത് ഏകദേശം 2 വർഷം കൊണ്ട് തീരും. അതായത് 2 വർഷം 24 മണിക്കൂറും ഈ 1000 പേര് ജോലി ചെയ്താൽ ഈ മരങ്ങൾ വെച്ച് തീരും. പക്ഷെ മരുഭൂമിയിലെ സാഹചര്യം നമുക്കറിയാം, 24 മണിക്കൂർ നമുക്കവിടെ ജോലി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പിന്നെ മിനിമം ഒരു 6 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്നതെന്ന് കരുതിയാൽ തന്നെ ഏകദേശം 12 വർഷത്തോളം എടുക്കും ഈ മരങ്ങളെല്ലാം നട്ട് തീരാൻ. 12 വർഷം കഴിയുമ്പോൾ ആദ്യം നട്ട മരം വളർന്ന് വലുതായിട്ടുണ്ടാവും. അവസാനത്തേത് നമ്മൾ അപ്പോഴും അവിടെ നടുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് മരങ്ങളെ പരിപാലിക്കാനും വേറെ എന്ത് വേണം? ആൾക്കാരെ നിർത്തേണ്ടി വരും. അവയെ പരിപാലിക്കാൻ വേറെ ആൾക്കാരെ നിർത്തേണ്ടി വരിക്കും. ഇതിനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ജലസേചനം, വളമിടൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമ്മൾ വേറെ അധികം ആളിനെ നിർത്തേണ്ടി വരും. ഇത് വളരെ ചെലവേറിയ ഒരു പരിപാടിയാണ്. ഇനി രണ്ടാമതായി ജലത്തിന്റെ ലഭ്യത. മരുഭൂമിയിലെ ജലത്തിന്റെ ലഭ്യത എത്രത്തോളമാണെന്ന് നമുക്കറിയാം. കുടിക്കാൻ പോലും ഒരു തുള്ളി ജലം കിട്ടാത്ത സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും വിസ്തൃതിയിൽ മരങ്ങൾ നട്ടു വളർത്താൻ എത്രത്തോളം ജലം ആവശ്യമായിട്ട് വരും? ഈ ജലം 2 രീതിയിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഒന്ന്, മരുഭൂമിയിലെ തന്നെ ഭൂഗർഭ അറയിലെ ജലം ബോർവെല്ല് വഴി മുകളിൽ എത്തിച്ച് ഇതിനായി ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്, കടലിലെ ശുദ്ധജലം, കടലിലെ ഉപ്പ് കലർന്ന ജലം മരുഭൂമിയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഇതിനായി ഉപയോഗിക്കും. ഉപ്പുവെള്ളത്തിൽ സസ്യങ്ങൾക്ക് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ശുദ്ധീകരിച്ച ശേഷം മാത്രമേ, അതായത് അതിലെ അയോണുകളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തിനായി ഉപയോഗിക്കാൻ പറ്റൂ? കൃഷിക്കായി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വളരെ ചെലവേറിയൊരു പരിപാടിയാണ്. ഈ പുറത്തു നിന്ന് ഇത്രയും വിസ്തൃതിയുള്ള ഒരു പ്രദേശത്തേക്ക് ജലം എത്തിച്ച് ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചെലവാകുന്ന, ഒരു വർഷം ചെലവാകുന്ന തുക നമ്മൾ ഒരു പേപ്പറിൽ ഒരു വരിയിൽ എഴുതിയാൽ നിൽക്കാത്തത്ര വലിയൊരു സംഖ്യയായിരിക്കും. അത് നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമതായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് മരുഭൂമിയിലെ തന്നെ ഭൂഗർഭ അറകളിലെ ജലം ബോർവെല്ല് വഴി മുകളിൽ എത്തിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം, ഈ ഭൂഗർഭ അറയിലെ ജലമാണ് ഈ സഹാറ മരുഭൂമിക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത്രയും വിസ്തൃതിയിലേക്ക് ഈ ജലം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കുറഞ്ഞൊരു 5-6 വർഷത്തിനകം തന്നെ ഇതിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ എന്ത് ചെയ്യുക, കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേരും. അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ജലം ഇവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ ലോകത്തിലെ സമ്പന്നന്മാരും സമ്പന്ന രാഷ്ട്രങ്ങളും എല്ലാം ഒരുമിച്ച് ഒത്തുചേർന്ന് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു പദ്ധതിക്കായി ഇവരെല്ലാം ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാൽ ഒരുപക്ഷെ നമുക്കിത് സാധ്യമാകും. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് മുന്നിട്ടിറങ്ങുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നോക്കാം. ഈ ലോകത്തുള്ള എല്ലാ സമ്പന്ന രാഷ്ട്രങ്ങളും ലോകത്തിലുള്ള എല്ലാ സമ്പന്നരും ഒരുമിച്ച് കൈകോർത്ത് സഹാറ മരുഭൂമിയെ ഒരു വനപ്രദേശമാക്കാൻ മുന്നിട്ടിറങ്ങുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും ഇതിനായി തയ്യാറായി നിൽക്കുകയാണ്. വോളണ്ടിയേഴ്സ് എല്ലാം റെഡിയാണ്. എല്ലാവരും മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന തിരക്കിലാണ്. ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 12 വർഷം കൊണ്ട് ഈ മരങ്ങളെല്ലാം വച്ചു പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രദേശം ഏകദേശം കാടായി ആദ്യം തുടങ്ങിയ പ്രദേശം ഏകദേശം കാടായി മാറിയിട്ടുണ്ടായി. ഏകദേശം ഒരു 50 വർഷം ഈ സഹാറ മരുഭൂമി മുഴുവൻ കാടായി മാറാൻ എടുക്കുന്നെന്ന് വിചാരിക്കുക. 50 വർഷം കൊണ്ട് സഹാറ മരുഭൂമി ആമസോൺ മഴക്കാടിനെ പോലെ ഒരു വലിയ മഴക്കാടായി മാറിക്കഴിയും. തീർച്ചയായും ഇവിടുത്തെ കാലാവസ്ഥ മാറും, അവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരം മാറും, രാജ്യങ്ങളിലെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടും, ആഗോളതാപനത്തെ ഒരു പരിധിവരെ ഇത് സഹായിക്കും. ഇതെല്ലാം സത്യമാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഒരുപാട് വശങ്ങൾ ഈ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടക്കും. അത് ഭൂമിക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് വരുത്തിവെക്കുക. സഹാറ മരുഭൂമിയിലെ ജനങ്ങളെയും, അതായത് അവിടെ താമസിക്കുന്ന പ്രാദേശികവാസികളെയും അതിന് ചുറ്റുമുള്ള സഹാറ മരുഭൂമിക്ക് ചുറ്റും കിടന്ന രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മഴക്കാട് അവിടെ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. അതിന്റെ ഗുണഭോക്താക്കളായിരിക്കും ഈ പ്രദേശത്തുള്ള സഹാറ മരുഭൂമിക്ക് ചുറ്റും ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള രാജ്യക്കാർ. എന്നാൽ ഇത് സഹാറ മരുഭൂമി കഴിഞ്ഞ് ഏകദേശം 5000-10000 കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന പ്രദേശങ്ങൾ, അതായത് മറ്റ് രാജ്യങ്ങളും മറ്റ് വൻകരകളും വരെ ഇതിൽ ഉൾപ്പെടും. അവിടെയാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ പൂർണ്ണമായും അറിയാൻ പോകുന്നത്. ഒറ്റയടിക്ക് പറഞ്ഞാൽ ആമസോൺ മഴക്കാടുകൾ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമെന്നുള്ളതാണ് സത്യം. സഹാറ മരുഭൂമിയിൽ വനവൽക്കരണത്തിലൂടെ ഈ മൊത്തം പ്രദേശവും വനം വച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ആമസോൺ മഴക്കാടുകൾ ഇല്ലാതാവും. ആമസോൺ മഴക്കാടുകൾ ഇല്ലാതാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടാവും. ഈ 5000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആമസോൺ മഴക്കാടും സഹാറ മരുഭൂമിയും തമ്മിൽ എന്ത് ബന്ധമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകൾ. ഈ ആമസോൺ മഴക്കാടുകൾ എല്ലാ വർഷവും ഇതിന്റെ വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ ഈ ആമസോൺ മഴക്കാടിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത ഭൂരിഭാഗം പ്രദേശങ്ങളും മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രദേശങ്ങളാണ് ഈ ആമസോൺ മഴക്കാടിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വരെ മനുഷ്യൻ തിരിച്ചറിയപ്പെടാത്ത മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും എല്ലാം ഇവയ്ക്കകത്തുണ്ട് എന്നാണ്, ഈ ആമസോൺ മഴക്കാടിനുള്ളിൽ ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഓക്കെ, നമുക്കത് വിടാം. നമ്മുടെ വിഷയം സഹാറ മരുഭൂമിയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ മരങ്ങൾ ഒരുപാട് തിങ്ങിക്കൂടി വളരുന്ന പ്രദേശങ്ങളിൽ കുറേ മരങ്ങളൊക്കെ മുരടിച്ചു പോകാറുണ്ട്. അതായത് വേണ്ടത്ര പോഷണം ലഭിക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് മരങ്ങൾ, ഏറ്റവും ആരോഗ്യമുള്ള മരം ഏതാണോ അത് കൂടുതൽ പോഷണം വലിച്ചെടുത്ത് ഉയർന്നു വരും. എന്നാൽ ഇതിന് ചുറ്റും നിൽക്കുന്ന കുറേ മരങ്ങളൊക്കെ മുരടിച്ചു പോകാറുണ്ട്. ഇവ വളർന്ന് പൊങ്ങി വരത്തില്ല. ചെറിയൊരു ഹൈറ്റിൽ വന്നിട്ട് അത് അതുപോലെ തന്നെ കുറേ നാൾ നിന്ന് അത് പട്ടുപോകാറാണ് പതിവ്. അതായത് പോഷണത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഏറ്റവും ഡെൻസായി, ഏറ്റവും കൂടിച്ചേർന്ന മരങ്ങൾ തഴച്ചു വളരുന്ന ഒരു പ്രദേശമാണ് ആമസോൺ മഴക്കാട്. ഇത്രയും മരങ്ങൾ തഴച്ചു വളർന്നിട്ടും ഇവിടുത്തെ പോഷകത്തിന്, അല്ലെങ്കിൽ ഇത്രത്തോളം മരങ്ങൾക്ക് തഴച്ചു വളരാനുള്ള ഒരു പോഷണം ഈ ആമസോൺ മഴക്കാടുകളിൽ എവിടെ നിന്നാണ് വരുന്നത്? 5000 കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്നുള്ള സഹാറ മരുഭൂമിയിൽ നിന്നാണ്. എന്നാൽ അത് എന്നാണ് ഉത്തരം. യഥാർത്ഥത്തിൽ സഹാറ മരുഭൂമിയിൽ നിന്നുള്ള ചൂട് കാറ്റ് ഏകദേശം സമുദ്രങ്ങൾക്ക് മുകളിലൂടെ 5000 കിലോമീറ്റർ സഞ്ചരിച്ച് ആമസോൺ മഴക്കാടുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് വെറും പൊടിയല്ലേ, അത് ഇവിടെ നിന്നിട്ട് എന്ത് സംഭവിക്കും? സഹാറ മരുഭൂമിയിലെ മണലിനുള്ള പ്രത്യേകത, ഇതിൽ ഫോസ്ഫറസ്, അയൺ എന്നിവയുടെ കണ്ടന്റ് വളരെ അധികമാണ്. ഫോസ്ഫറസ്, അയൺ എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള പോഷണങ്ങളുമാണ്. ഇവ ഈ കാറ്റിലൂടെ ഇവിടേക്ക് ആമസോൺ മഴക്കാടുകളിലേക്ക് പറന്നെത്തുന്നുണ്ട് എല്ലാ വർഷവും. നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയൊരളവാണ്. ഒരു വർഷം 22,000 ടൺ പൊടിപടലങ്ങളാണ് ഈ സഹാറ മരുഭൂമിയിൽ നിന്നും ആമസോൺ മഴക്കാടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കുക എത്രത്തോളം കാറ്റ് ഇങ്ങോട്ടേക്ക് വഹിച്ചുകൊണ്ട് വരുന്നുണ്ടോ. ഇവയിലുള്ള ഫോസ്ഫറസും അയണുമാണ് ഈ ആമസോൺ മഴക്കാടുകളിലെ മരങ്ങൾ തഴച്ചു വളരാനുള്ള പോഷണമായി മാറ്റപ്പെടുന്നത്.
അതായത് ഈ സഹാറ മരുഭൂമിയിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പൊടിപടലങ്ങൾ എത്താതാവും, അതായത് ആ ഫോസ്ഫറസും അയൺ ഇങ്ങോട്ട് എത്താതാവും. അതോടുകൂടി ആമസോൺ മഴക്കാടുകളിലെ മരങ്ങൾക്ക് വേണ്ടത്ര പോഷണം കിട്ടാതെ വരും. ഏറെപ്പോയാൽ ഒരു 100-150 വർഷങ്ങൾ കൊണ്ട് മരങ്ങൾ കടപുഴകി ഈ ആമസോൺ മഴക്കാട് ഒരു മരുഭൂമിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആമസോൺ മഴക്കാടുകളും സഹാറ മരുഭൂമിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ഇനി രണ്ടാമതൊരു കാര്യം, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മത്സ്യങ്ങളൊക്കെയും ചത്തുപോകും. വീണ്ടും നിങ്ങൾക്ക് അതേ സംശയം വരാം. 10,000 കിലോമീറ്ററുകൾക്ക് ഇപ്പുറം കിടക്കുന്ന സഹാറ മരുഭൂമിയും അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് എന്ത് ബന്ധം? ഇപ്പൊ പറഞ്ഞ അതേ ബന്ധമാണ്. കാറ്റ് ഒഴിച്ചു കൊണ്ടുവരുന്ന ഈ പൊടിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ എക്കോസിസ്റ്റത്തിനെ, അതായത് അവിടുത്തെ ഒരു പരിസ്ഥിതിയെ മുഴുവൻ പിടിച്ചു നിർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഫോസ്ഫറസും അയൺ എന്നീ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ നിലനിൽക്കുന്നത്. അത്രത്തോളം പൊടിപടലങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാറ്റ് വഹിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇത് പെട്ടെന്നൊരു ദിവസം ഇത് ഇല്ലാതാവുകയാണെങ്കിൽ, മരുഭൂമി നമ്മൾ വനവൽക്കരണത്തിലൂടെ മരുഭൂമി മാറ്റിയെടുക്കുകയാണെങ്കിൽ ഈ പൊടിപടലങ്ങൾ ഇങ്ങോട്ടേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്താതെ വരികയും ഇവിടുത്തെ എക്കോസിസ്റ്റം മുഴുവൻ മാറുകയും ചെയ്യും. എക്കോസിസ്റ്റം പെട്ടെന്ന് മാറുന്നത് ആ ജീവികൾക്ക്, അവിടെ ജീവിക്കുന്ന ജീവികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതോടുകൂടി ഇവ ചത്തുപൊങ്ങാൻ തുടങ്ങും. ഇത്രയുമൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, വനവൽക്കരണം നല്ലതാണ്, പക്ഷെ അത് വേണ്ടിടത്ത് വേണ്ട പോലെ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും.